ഞാൻ ചോദിക്കാനല്ല, ഇത് പറിക്കാൻ ആ മാഡത്തെ വിളിച്ചത്. പഴുത്താനെടുക്കല്ലേ? അപ്പോൾ കൃഷിയിൽ പല പരീക്ഷണങ്ങൾ നടത്തിയ നമ്മുടെ തൃക്കണമംഗൽ, കൊട്ടാരക്കര തൃക്കണമംഗൽ PD യോഹന്നാൻ പാസ്റ്റർ നേതൃത്വത്തിരിക്കുന്ന ഈ ഒരു കുരുമുളക് കൃഷിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആദ്യം മട്ടുപ്പാവിലായിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനൊരു സംരംഭം ഒരുക്കിയത്. ഇതിൻ്റെ വിളവെടുപ്പായിരുന്നു ഇന്ന്. എന്തായാലും ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം. നമ്മൾ 1.5 വർഷം മുമ്പ് നട്ട ഒരു കുരുമുളകിൻ്റെ ഒരു കൃഷി ആണ് ഇവിടെ കാണുന്നത്. അത് 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിളവെടുക്കുന്ന ഒരു സമയമാണ്. ശരിക്കും നേരത്തെ കാലങ്ങളിൽ തന്നെ ഈ അച്ഛൻ ഇവിടെ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നത് മട്ടുപ്പാവിൽ കൃഷിയായിരുന്നു. അത് നമ്മുടെ ധനകാര്യ മന്ത്രിയൊക്കെ വന്ന് കണ്ടതുമൊക്കെയാണ്. ഇപ്പം ഇത് ഒരു 1.5 വർഷത്തോളമായി ഇത് നടക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ എടുക്കുകയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ, നല്ല രീതിയിൽ തന്നെ. ശരിക്കും ഇപ്പോൾ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പുറകോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ വളരെയധികം നല്ല രീതിയിൽ ഈ കൃഷി കൊണ്ടുവരികയും നല്ല വിളവെടുക്കാൻ സാധിക്കുകയും അതുപോലെ ഇനിയും വീണ്ടും നല്ല രീതിയിൽ കുരുമുളക് മാത്രമല്ല വേറെ പല കൃഷികളും ഇതുപോലെ ചെയ്യാൻ അച്ഛന് സാധിക്കട്ടെ എന്നും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഇനി നട്ടവര് പറയും. ഞങ്ങൾ ഇവിടുന്ന് പറിക്കുന്നില്ല. ഇവിടെ കുറെ ആൾക്കാർ മൊത്തം കളഞ്ഞു. നമുക്ക് ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട അച്ചായൻ ഈ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നമ്മളെ ഞെട്ടിച്ചായിരുന്നു. മട്ടുപ്ലാവിൽ കുരുമുളക് കൃഷി ചെയ്ത് വിളവെടുപ്പ് നടത്തി. അന്ന് വലിയ പ്രാധാന്യം പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ അത് കൊടുക്കുകയും അദ്ദേഹം കാർഷിക രംഗത്തൊരു വിദഗ്ധനാണ്. അത് മാത്രമല്ല ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല, കൃഷിയോടുള്ള വലിയ അടങ്ങാത്ത ആഗ്രഹം, ആവേശം, അതിന് ആവേശം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് പിന്നെ ഞങ്ങളുടെ നഗരസഭയുടെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. നമുക്ക് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് തന്നെ ലക്ഷ്യം. ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഒരു പുത്തൻ അനുഭവമാണിത്. കാരണം പുതിയ കൃഷി രീതികൾ, പുതിയ കൃഷി സമ്പ്രദായങ്ങൾ നാട്ടിൽ പരിചയപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചാണ് വളരെയേറെ ബഹുമാനായ അച്ഛൻ. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലം മുന്നേ ഞാൻ ചെയർമാനായ സമയത്ത് ആണിത് വന്ന് നട്ട് ഉദ്ഘാടനം ചെയ്തത്. 1.5 വർഷക്കാലം കൊണ്ട് ഈ കുരുമുളകെല്ലാം നല്ല നിലയിലുള്ള ഫലമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ള മെച്ചപ്പെട്ട കൃഷി സമ്പ്രദായങ്ങൾ എല്ലാ കുരുമുളക് മാത്രമല്ല മറ്റിതര കാർഷിക വിളകളും നട്ട് നമുക്ക് സമ്പുഷ്ടമാക്കുവാൻ, കൃഷിയെ ഫലപ്രദമാക്കുവാൻ വേണ്ടി കഴിയട്ടെ. അതിന് മുൻകൈ എടുക്കുന്ന പ്രിയപ്പെട്ട അച്ഛന് എല്ലാ ആശംസകളും കൊട്ടാരക്കര നഗരസഭയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. യോഹന്നാൻ അച്ഛൻ എന്ന് പറയുന്നത് വിശ്രമ ജീവിതം നയിക്കേണ്ട ഒരു പ്രായത്തിലെ കൃഷിയോടുള്ള അഭിനിവേശം മൂലം മണ്ണിനോട് ചേർന്ന് നിന്ന് പലവിധ കൃഷികൾ, അതിൽ പ്രധാനപ്പെട്ടത് കുരുമുളകാണ്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി പുതിയ മിശ്രിതം ഈ പൈപ്പുകളിൽ നിറച്ച് അതിന് കുരുമുളകിന് വേരോട്ടം കറക്റ്റായിട്ട് കിട്ടാനുള്ള രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്ത് അതിന് നല്ല വിളവ് കിട്ടുന്നതിനുള്ള ആ നിമിഷത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. 40-50% ആളുകൾ കൃഷിയും അനുബന്ധ മേഖലയുമായി ജീവിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ വ്യാവസായിക മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ പോലും കൃഷിയുമായി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. കേരളത്തിലെ ജനത്തിന് അന്നം കൊടുക്കുന്ന മാർഗമാണിത്. ഇപ്പോൾ ഇവിടുത്തെ അച്ഛൻ വിദേശത്ത് ജോലി, ഡൽഹിയിലായിരുന്നു ജോലിയുള്ളപ്പോൾ പോലും ഇവിടെ മട്ടുപ്പാവിൽ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുമ്പോഴും ഒക്കെ ഞാനിവിടെ നമ്മൾ പല പ്രാവശ്യവും ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട കൃഷികൾ കാണുന്നതിനും അത് പഠിക്കുന്നതിനും അതൊക്കെ ഒരുവിധം ഫലത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള പരിശ്രമം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. 6-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ BFCKയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട MLA മുൻകൈയെടുത്ത്, ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈയെടുത്ത് ഒരു വലിയ മാമാങ്കം നടത്തുന്നുണ്ടെന്നാണ് ഇത് പ്രത്യേകത. കേരളത്തിലെ വിവിധ മേഖലകളിൽ കൃഷിയുമായി ബന്ധപ്പെടുന്ന അച്ഛനൊക്കെ അതിനകത്ത് പ്രത്യേക ക്ഷണിതാവായിട്ട് ഇപ്പോഴേ ഞാൻ ക്ഷണിക്കുക. 6-ാം തീയതി വലിയ പ്രകടനം, ഒരു 5000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൃഷി കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും ഒക്കെ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. 7, 8, 9 തീയതികളിൽ കൃഷിക്കാരെ കൊണ്ട് മാത്രം
ചർച്ച ചെയ്യപ്പെട്ട് ഒരു സെമിനാർ അല്ലെങ്കിൽ പോലും ആശയവിനിമയം കേരളത്തിൽ പ്രമുഖരായ കൃഷി നടത്തി അതിനകത്തുനിന്ന് ഉപജീവനമാർഗം കഴിച്ച് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന കേരളത്തിലെ കൃഷിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൃഷി രീതികൾ നടത്തുകയാണ്. ആധുനിക രീതിയിൽ കൃഷി നടത്തുന്നതിനുള്ള പരിശ്രമം നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തിരക്കിയപ്പം കൊട്ടാരക്കര കൃഷി ഓഫീസർ ഇതിനൊക്കെ മുൻകൈ എടുക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളും ഇതിനുള്ള പ്രോത്സാഹനവും ഒക്കെ കൃഷി ഓഫീസർ നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ചെയ്ത അച്ചായനെ പ്രത്യേകം വ്യക്തിപരമായി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. കൃഷിഭവന്റെ എല്ലാ സഹായങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ കൊട്ടാരക്കര നഗരസഭയില് എനിക്ക് വന്നാൽ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. വളരെ ഭംഗിയായിട്ട് ഏകദേശം 1.5 വർഷത്തിന് മുൻപാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി ആരംഭിക്കുക. ആദ്യം മട്ടുപ്പാവിലായിരുന്നു, അതിനുശേഷം നമ്മുടെ പുരയിടത്തിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരം കൃഷി എന്നൊരു സംസ്കാരം ഏകദേശം ഒരു അന്യം നിന്ന് പോകുന്ന ഒരു രീതിയാണ് കാണപ്പെടുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ചില വ്യക്തികളെങ്കിലും നമ്മുടെ നാട്ടിൽ കൃഷി ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് ഇത് വരും തലമുറയ്ക്കും ഒരു മാതൃകയാണ്. ഒരു പുതിയതായിട്ട് വലിയൊരു കൃഷിസ്ഥലം ഒന്നുമില്ലെങ്കിൽ പോലും ഇത് മട്ടുപ്പാവിൽ കൃഷി ചെയ്തിരിക്കുന്ന കുരുമുളക് വള്ളികളാണ്. ഇപ്പോൾ ഏകദേശം 4 വർഷത്തോളം ആയിട്ട് ഇത് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു, വിളവെടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ പറമ്പിലും കുരുമുളക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. PD യോഹന്നാൻ്റെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ അംഗമായി നിൽക്കുന്ന തൃക്കണ്ണമംഗൽ ഗ്രേസ് നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ് ഈ കൃഷി നടക്കുന്നത്. ഇത് മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള നൂതനമായിട്ടുള്ള അതായത് അച്ഛൻ വളരെ നൂതനമായിട്ടുള്ള കൃഷി രീതികളാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വലിയ കൃഷിസ്ഥലം ഒന്നും ഇല്ലാത്തവർക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളാണ് PD യോഹന്നാൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് മട്ടുപ്പാവിൽ വീരഗാഥ രചിച്ച ഒരു കൃഷിയാണ് PD യോഹന്നാൻ സാർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തേക്ക് 5 അല്ല 6 വർഷമായി കോവിഡിന് 2019 കാലഘട്ടത്തിൽ കോവിഡിന് കൃഷി ചെയ്താണ് ഈ ഒരു സംഗതി. സ്റ്റെൻഡിട്ട് ഓരോ ആംഗ്ലെയറിലാക്കി അട്ടക്കാലി പിടിപ്പിച്ച് വളമെല്ലാം ആക്കി ഈ ഡ്രമ്മിനകത്താക്കി ഒരുപാട് സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനെയും ടെറസിൽ കൃഷി ചെയ്യാമെന്ന് കാണിച്ച് വീരഗാഥ ഇപ്പോഴും ഉണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇന്നും എൻ്റെ കുരുമുളക് ഉണ്ട്. എൻ്റെ കുരുമുളക് ഇപ്പോഴും പറിക്കാനുണ്ട്. ഇത് എവർഗ്രീനാണ്, ഏത് സമയത്തും പറിക്കാനുണ്ട്. അതുപോലല്ല പാസ്റ്റർജി നേരത്തെ ഇതിൻ്റെ കൂടെ പല കൃഷികളും കൂട്ടുകൃഷി ചെയ്യായിരുന്നു. ഈ ഒരു ടെമ്പറിൽ തന്നെ പടവല ഉണ്ടായിരുന്നു, പാവയ്ക്ക ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴും താണ്ടെ കുറച്ച് പൂവ്, ചീര, പിന്നെ ഏതാണ്ട് കോളിഫ്ലവർ ഒക്കെ ഇവിടെ ഇതിൽ സഹകരിച്ചതിന് വളരെ നന്ദി. ഞങ്ങളെ കൃഷിക്കാരാകുന്ന ഞങ്ങളെയൊക്കെയും നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങളെ വളരെ ഉത്തേജനം നൽകുന്നതാണ്. തുടർന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. ഇതിലുപരിയായി ഇതിനു വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്.